പിണ്ടത്തിന്റെ പുറത്തെ പറ്റിയുള്ള തുണി അലക്കിട്ടേക്കണേ. അതിനകത്ത് ആളുണ്ട് കേട്ടാ. ആ നാരനേട്ടനാ. കർത്താവ്, ഈ പിണ്ടോക്കാരെ കത്തിച്ചേ? ഞാൻ പറഞ്ഞു നാരനേട്ടൻ, നമ്മുടെ പിണ്ടാരെ കത്തിച്ചേന്ന്. ഭയങ്കര കൊതുണ്ടാ. നിനക്ക് എന്തായാലും ഇത് ഉണക്കാളതല്ലേ, നീ കോരിക്കോ. നിങ്ങൾ എന്റെ മേത്തെ തല ചേർന്ന് തുടങ്ങണേ. ഇതെന്റെ ചോറാണ്. നീ ഇപ്പൊ ഇതാ തിന്നണ ജോലിയെ. സാരമില്ല, ഡോൺ മൈൻഡ്, നമുക്ക് കോരാം. നീ ആദ്യം ആ സാധനത്തിന് കോരി മാറ്റിയേ. അവളപ്പത്തിൽ ഒരു കിടക്കുക. നിനക്കൊക്കെ ഇനി വേറെ മണി അടിക്കണോ സുധാകര? ഹർത്താലൊക്കെ ഞങ്ങൾക്കൊണ്ടിട്ടാ മുതലാളിയെ. പിന്നെ ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് വന്നല്ലേ. ആംഗ്രി ബേർഡ്സ്മാരെ ഒന്ന് സഹായിക്കോ? വേഗം വേണട്ടാ, കണ്ണീരിന്റെ വീക്ക്നെസ്സാ. ഒറ്റ കാരണം ഞാൻ വന്നേ. ഒന്നങ്ങോട്ട് മാറി നിന്ന് കുടിക്കോ നാരനേട്ടാ? ഹൃദയം സ്പോഞ്ച് പോലെയാണ്. ഇത് മതി നിങ്ങളെ മാറാരോഗിയാക്കാം. മാറാരോഗി ഒന്ന് മാറോ രോഗി. മുണ്ടൂരി പോണു. ആ, ഞാൻ മുണ്ടൂരിക്ക് തന്നെ പോണേ. സ്വന്തമാടെ ഇരിക്കണോളി ഇരിക്കണ്. നമുക്ക് ആ പടിഞ്ഞാറക്കോട്ട് വഴി പോയല്ലോ. എന്തുട്ടിന്? നീ പുഴക്കിൽ വഴി വിട്. ഏയ്, അവിടെ പാർട്ടി സ്ട്രോങ് ആണ്. ആ രവിയേട്ടൻ തണ്ടി. ഹർത്താലായിട്ട് അമ്പലത്തിലെ സെലിബ്രേഷൻ ഇവിടെ ലോഡ് നമ്മൾ എടുത്തുട്ടാ. മോന്തേ മാറി. ഇന്നലെ ഫോൺ കട്ട് ചെയ്തവനാ. നീ ആ ഫോണും എടുക്ക്. ഒന്ന് നിർത്തിയാലേ നിന്റെ ഉണക്കപ്പാട്ട്. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു തൂത്തുരു. നീ ഇനി എന്തുട്ടിനാ പോയാ ടെൻഷൻ അടിക്കണേ? 2 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ ഫാക്ടറി എത്തിയില്ലേ? ജോയേട്ടാ, ജോയേട്ടനെ പിണ്ടം കൊണ്ടൊരു തുലാഭാരം നടന്നിട്ടുണ്ട് കേട്ടാ. നിന്നെ ഞാൻ കൊല്ലും ഗ്രീന്. ജിബ്രൂട്ടാ, എന്തുട്ടാ ശബ്ദം ഒന്നും കേക്കണല്ലോ? പെട്ടത്തിന്റെ പണക്കാരൻ ഉറങ്ങാൻ പറ്റാനുള്ള മുതലാളി. ആ, ഒന്നും ചവിട്ടി നശിപ്പിക്കണ്ടാ. എന്റെ അമ്മേ, ജോയേട്ടാ, ജോയേട്ടാ പട്ടിക ഞാൻ ചവിട്ടി വിടുന്നില്ല. വണ്ടി തല്ലി വിളിക്കും. പണി ടൂൾസ് ഒക്കെ ഉണ്ടാവും മറ്റേത്. അന്ന് അടുക്കുന്ന പ്രധാനം പാട്ടാ. എന്നിട്ട് കയ്യിൽ കാലെടുക്കുക, കാലിന് കൈയെടുക്കുക. വണ്ടി മോനാളി എന്തുട്ട് പണിയാ കാണിച്ചാ? കൈ വെച്ചിട്ട് എന്നെ കൂടെ പറയിപ്പിക്കണ്ട. അവിടെ നിർത്തിയല്ലടാ കുഴപ്പം. ഇപ്പൊ സേഫ് ആയില്ലേ കാര്യങ്ങളൊക്കെ? പോയി ഗേറ്റ് അടച്ചേ. എത്ര താഴെ പോയാവോ? എടാ ഇങ്ങോട്ട് വന്നേ. താഴെ വീണ് പോയ പിണ്ടങ്ങൾ നമുക്ക് പിന്നെ പോയി എടുക്കാല്ലേ, ഈ ഹർത്താലുകാരെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട്. ആ, അത് മോനാളി തന്നെ പോയി കോരിയാ മതി. ഇനി ഹർത്താൽ കഴിയേണ്ട വണ്ടി എടുക്കണ കേസില്ല. അല്ലേ, വീട് പണം വെച്ചെടുത്ത വണ്ടിയാ. എനിക്ക് നിന്റെ വണ്ടി വേണ്ട പോയാ. നീ ഇത് എപ്പോഴും ഇങ്ങനെ പറയണ്ട. പോയ സാധനങ്ങളൊക്കെ ഇറക്കിയ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലക്കറി അപ്പിടുക. ഒന്ന് ആഞ്ഞു പിടിക്കടാ. ഫ്രഷാണ്. മൈസൂർ പൂ. ചന്തി ഞാൻ പൊളിക്കാം. ഇതെന്താ പിണ്ട? ഇങ്ങോരാ. എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര സുഖ.
വക്കീലെപ്പോഴാ വന്നേ? ഇതായിപ്പോ ഓ അനുവേ, ഡോക്ടർ എന്തുട്ടീ പറഞ്ഞ? തലച്ചോറൊക്കെ ഉണ്ടാ? ഒന്നുമില്ലെന്നേ, ഇല്ലേ? നാളെ ഡിസ്ചാർജ് ആവാന്നാ ഡോക്ടർ പറഞ്ഞേ. ആ തൽക്കാലം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഒരൊറ്റ കേസേ ജോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സംഭവം ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവാനാ ചാൻസ്. പരിസ്ഥിതി സംരക്ഷണവും ഞാനും തമ്മിൽ എന്തുട്ടാ ബന്ധം വക്കീലേ? വണ്ടിന്ന് ആനപ്പിണ്ടം മുഴുവൻ റോഡിലേക്കല്ലേ വീണ് പോയത്? ചില്ലറ ഓഫൻസ് അത്. ഞാനാണോ വണ്ടിന്ന് പുറത്തേക്ക് കുത്തിയിട്ട്? അത് തന്നെ വീണല്ലേ. 10-12 പോയെ. സായി, നമുക്കിത് പിന്നെ ഡിസ്കസ് ചെയ്താ പോരെ? അയ്യോ അതല്ല, ഇന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം, അതുകൊണ്ട് പറഞ്ഞതാ. ജപ്തി നോട്ടീസാ? വക്കീലെ, നിങ്ങൾ എന്തുട്ടൊക്കെ പറയണേ? ഓ, എല്ലാ പണിയും കൂടി ഒരുമിച്ചാണല്ലോ കർത്താവേ. ഓ എന്നിട്ടത് ഇങ്ങനെ വിളിയാക്കണേ? അയ്യോ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നാ? അയ്യോ, ജോയേട്ടാ, മരിച്ചുപോയ വർഗീസിന്റെ ശബ്ദം. ഞാനിവിടെ ഉണ്ട് കേട്ടാ. ദീനുവേ, മോനെ, നീ ഒന്ന് അടങ്ങിക്കിടക്ക്. ഡോക്ടർ ഫുൾ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നീ ഹോർലിക്സ് കുടിച്ചേ. കുറച്ച് വെള്ളം തരുമോ? അതെ, എന്റെ അഭിപ്രായത്തിൽ ഫാക്ടറിയുടെ ജപ്തി നടക്കട്ടെ എന്നാ. ബാങ്കിന് കൊടുക്കാനുള്ളത് കഴിച്ച് കുറച്ച് എമൗണ്ട് കയ്യിൽ കിട്ടൂലോ. ചങ്കിക്കൊള്ള വർത്താനൊന്നും പറയല്ലേ വക്കീലെ. ആകെ കൂടിയുള്ളതൊരു ഫാക്ടറിയാണ്, അത് പോയ നമ്മളില്ല. വക്കീലെ, നമുക്കിപ്പോ എന്തുട്ടാ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, ആ കഴിഞ്ഞ മാസം ഹർത്താലിനെ കൊടുങ്ങല്ലൂർ പാർട്ടിക്കാർ ഒരു തുണിക്കട തല്ലിപ്പൊളിച്ചു. ഷാവിയോള് അതിനെതിരെ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ? മുതലാളി, വണ്ടി. അപ്പയാ, ഞാനിപ്പ അങ്ങോട്ട് വരാട്ടാ. ഒരു കാര്യം സംസാരിക്കണ കണ്ടില്ലേ നീ? എന്നിട്ട് കൊടുങ്ങല്ലൂരിലെ തുണിക്കട തല്ലിപ്പൊടിച്ചിട്ട് ആ അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ കിട്ടി. അതെയാ? നമ്മുടെ ഫാക്ടറി തല്ലിപ്പൊട്ടിച്ചു എന്നും പറഞ്ഞ് പാർട്ടിക്കെതിരെ ഒരു കേസ് കൊടുത്താ നമ്മുടെ ജപ്തി ഒഴിവാക്കാൻ പറ്റുമോ? വലിയ ചാൻസ് ഇല്ല, എന്നാലും മുതലാളി, വണ്ടി. എന്റെ പൊന്നഭയ, നീ ഒന്ന് മിണ്ടാണ്ട് കിടക്ക്, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. എന്നിട്ടിപ്പോ ചിന്തിക്കുക. അല്ല, നീ ഈ രാത്രിയില് നടുക്കാട്ടിൽ നിന്നിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? വഴി വല്ലതും തെറ്റിയോ? ഞാൻ ഒരാളെ ഇവിടെ നോക്കി നിൽക്കായിരുന്നു. ആ, മനസ്സിലായി മനസ്സിലായി. അപ്പോ ആരോ ഒരുത്തൻ നിന്നെ ഇവിടെ തനിച്ചാക്കി പോയി അല്ലേ? അല്ല, പക്ഷേ ഈ നടുക്കാട്ടില് നീ ഇങ്ങനെ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാ അതിനെന്താ? കാട്ടുമൃഗങ്ങൾ നിന്നെ കൊത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് നീ എന്റെ കൂടെ വാ. എന്താ? അതും പോരാഞ്ഞ് മഴ പെയ്യാനും നല്ല സാധ്യതയുണ്ട്. ശരി, വരാം. ആ, വാ. നടക്ക് നടക്ക്. നടന്നോ? നടക്ക് നടന്നോ? നടക്ക് നടക്ക്.